രാജീവ് ചന്ദ്രശേഖർ നല്ല തലയെടുപ്പുള്ള കൊമ്പൻ്റെ പേര് പോലെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് കേൾക്കുമ്പോൾ. ഓരോ തവണ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോഴും തിരുവനന്തപുരത്ത് അങ്ങേര് പൊന്തി വരും രാജീവ് ചന്ദ്രശേഖർ. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ടി വരും. ഒരു സ്വയം പ്രഖ്യാപിത നേതാവ്. ഞാനാണ് ബി ജെ പിയുടെ എല്ലാം, ഞാൻ മാത്രമാണ് ബി ജെ പി. ഇപ്പോൾ ഈ പറയുന്ന പാർട്ടി ഘടകങ്ങൾ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ രാജീവ് ചന്ദ്രശേഖറിന് കേന്ദ്രത്തിൽ പിടിപാടുണ്ടെന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് തള്ളി തുടങ്ങും. ഞാനാണ് തിരുവനന്തപുരത്ത്, നിയമത്ത് ഞാനാണ്, നിയമം ഞാൻ നയിക്കും. പക്ഷേ കെട്ടിവശ കാഴ്ച പോലും കിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായ ഒരു സംഭവം. ഇപ്പം കൂടുതലും, അതായത് ഇപ്പം മാധ്യമങ്ങളിൽ കൂടെ നിറഞ്ഞു നിൽക്കുന്നത് ഒരു താമരയ്ക്ക് പുള്ളി നിന്ന് പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിരിയോ? കേരളത്തിൽ താമര വിരിയോ? പോട്ടെ, ഈ പറയുന്ന നിയമത്തെങ്കിലും ഒരു താമര മൊട്ടിടുകയെങ്കിലും ചെയ്യുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. ചേട്ടൻ ഒരു തിരുവനന്തപുരംകാരനാണ്. തിരുവനന്തപുരത്തിൻ്റെ പൾസ് എന്താണെന്നും തിരുവനന്തപുരത്തിൻ്റെ പൾസ് എങ്ങോട്ടാണെന്നും തിരുവനന്തപുരത്തിൻ്റെ രാഷ്ട്രീയ കാറ്റ് ഏത് പക്ഷത്തേക്കാണ് വീശുന്നതെന്നും വ്യക്തമായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് ചേട്ടൻ. പറയൂ, എന്താണ് ഈ ബി ജെ പിക്ക് ഇത്തവണ തിരുവനന്തപുരത്ത് സംഭവിക്കാൻ പോകുന്നത്? പോട്ടെ, കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം. എനിക്കറിയേണ്ടത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഏകാധിപതി അല്ലെങ്കിൽ ഒരു സ്വേച്ഛാധിപതി ഭരണം നടത്തുവാനെ ആഗ്രഹിച്ചു കഴിയുന്ന നിയമത്തിന്റെ മണ്ണിൽ എന്താണ് ബി ജെ പിക്ക് സംഭവിക്കാൻ പോവുക? നിയമം അവർക്ക് വിശ്വാസമുള്ള സ്ഥലമാണ്. അങ്ങനെ അങ്ങ് തള്ളിക്കളയാനൊന്നും പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കൊടികെട്ടിയ രാഷ്ട്രീയ പാർട്ടി, ഞാൻ ബി ജെ പി അനുഭാവിയൊന്നുമല്ല, ഞാൻ ഈ പറയുന്ന ഇത്രയും കൊടികെട്ടിയ രാഷ്ട്രീയ പാർട്ടികൾ അവിടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നിട്ട് തലസ്ഥാനത്ത് കോർപ്പറേഷൻ ഭരിക്കുന്ന ബി ജെ പി ആണേ. അപ്പോൾ ആരുടെ പിടിപ്പീടാ? അവരെ നിങ്ങൾ പറയുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം മനസ്സിലാക്കാനുള്ളത്, അതായത് സമൂഹം മനസ്സിലാക്കാനുള്ളത്, അവർ പറയുന്ന പോലെ തിരുവനന്തപുരം തലസ്ഥാനം പിടിച്ചെന്ന് പറഞ്ഞാൽ അത് അവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. അങ്ങനെയാണ് തനി നാടൻ ഭാഷ പറയുക. പഴയൊരു കഥ കേട്ടിട്ടുണ്ടോ? ചക്ക വീണ മുയിലിയാത്ത കഥ ആയിരിക്കാം സംഭവിച്ചതല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ഈ പറയുന്ന LDF-ഉം UDF-ഉം കൂടെ തമ്മിലടിച്ച് അവര് തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രശ്നത്തിനിടയിൽ കൂടി കയറി നുഴഞ്ഞു കയറി, ഞാൻ പറയാം ചേട്ടാ, നുഴഞ്ഞു കയറി ഉണ്ടാക്കിയെടുത്ത വിജയം. അതിൽ കൂടുതലൊന്നും അതിനകത്ത് കൂടുതൽ അതിനെ കൂടുതൽ തള്ളി വെളുപ്പിക്കാൻ നിൽക്കണ്ടേ? ഞാൻ പറയും, ഇവിടെ തൃശ്ശൂര് ഈ പറയുന്ന BJP-ക്ക് സീറ്റ് കൊടുത്ത് സുരേഷ് ഗോപി എന്ന് പറയുന്ന തമ്പ്രാനെ കയറ്റി ഇരുത്തി കഴിഞ്ഞിട്ട് ഇപ്പൊ തൃശ്ശൂരുകാർ അനുഭവിക്കുന്നത് കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫ്യൂഡൽ മാടമ്പികൾ എന്ന് വേണമെങ്കിൽ പച്ച മലയാളത്തിൽ പറയാവുന്ന ഒരു പറ്റമാണ് ഇപ്പൊ ഈ പറയുന്ന കേരള BJP ഘടകത്തിലുള്ളത്. കേന്ദ്രത്തിന് വലിയ മോശമൊന്നുമല്ല. കേരളത്തിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ എല്ലാവരും തന്റെ മുന്നിൽ റാൻ മൂളി നിൽക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു പറ്റം, ഇന്നും നേരം വെളുക്കാത്ത ഒരു പറ്റം തമ്പ്രാന്മാര് ഉള്ള ഒരു പ്രസ്ഥാനമാണ് BJP എന്ന് ഞാൻ പറഞ്ഞാൽ ഇല്ല എന്ന് പറയുവാനായിട്ട് ചേട്ടനെ കൊണ്ട് സാധിക്കും. ഞാനൊന്ന് പറയട്ടെ, അതായത് ഈ പറയുന്ന പോലെ നിയമം ചുമ്മാ ഒരു ദിവസം ഇരുട്ടി വെളുത്തിട്ടുണ്ടായതല്ല BJP അവിടെ. എനിക്ക് തിരുവനന്തപുരം നഗരത്തിൽ വളർന്ന ഒരാളാണ് ഞാൻ. തിരുവനന്തപുരത്ത് എനിക്ക് അറിയാവുന്നൊരു സ്ഥലമാണ്. നിയമം ഒരു സമയത്ത് കോൺഗ്രസ് കരുണാകരൻ ജയിച്ചിരുന്ന സ്ഥലമാണ്. അവിടുന്ന് അത് CPM-ന്റെ കയ്യിലേക്ക് വന്നു. കരുണാകരൻ മാളയിലും നിയമത്തിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് നിയമം കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പോകുന്നത്. കോൺഗ്രസിന് ഇന്നും വളക്കൂറുള്ളൊരു സ്ഥലമാണ് നിയമം. അവിടെയാണ് ഈ പറയുന്ന രീതിയിൽ BJP വളർന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ വോട്ടും CPM-ന്റെ വോട്ടും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ശിവൻകുട്ടി കഴിഞ്ഞ തവണ ജയിച്ചു. മന്ത്രി ശിവൻകുട്ടി ജയിച്ചത് എങ്ങനെയാണ്? പ്രശാന്ത് ആദ്യം പറയുന്ന പോലെ K മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥിയായിരുന്നു. കോൺഗ്രസിന് കുറെ പഴയ വോട്ട് ബാങ്ക് ഉണ്ട്. പുതിയ തലമുറ എല്ലാം BJP-ക്കാണ് വോട്ട് ചെയ്യുന്നത്. അവിടെ നായർ കമ്മ്യൂണിറ്റിക്ക് വളരെയധികം വളരെ ജനസംഖ്യയിൽ എത്രയെങ്കിലും % ഹിന്ദു ഭൂരിപക്ഷ കമ്മ്യൂണിറ്റിയിൽ നായരുണ്ട്. വളരെ കുറച്ച് ഈഴവയുണ്ട്, കുറച്ച് ന്യൂനപക്ഷമുണ്ട്. ഇതിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ SDPI-യോട് ചായ്വുള്ളവരുമുണ്ട്, കോൺഗ്രസിനോട് ചായ്വുള്ളവരുണ്ട്, CPM-നോട് ചായ്വുള്ളവരുണ്ട്. മുരളീധരൻ കൃത്യമായി വോട്ട് പിടിച്ചത് കൊണ്ടാണ് കോൺഗ്രസിന് കിട്ടാനുള്ള കൃത്യമായ വോട്ട് പിടിക്കുകയും വി ശിവൻകുട്ടി എന്ന അവിടെ തലസ്ഥാനത്ത് കുറെയെങ്കിലും ജനപ്രിയനായ ഒരു CPM നേതാവായതുകൊണ്ട് ഇപ്പോഴും വി ശിവൻകുട്ടിക്ക് അവിടെ ഒരു 70% അല്ലെങ്കിൽ ഒരു 50% ചാൻസ് ഉണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തി അവിടെ ലോകസഭയിൽ മത്സരിക്കാനായി വരുമ്പോൾ അദ്ദേഹം ആർക്കും അറിയില്ല. അദ്ദേഹത്തിന്റെ PR എന്ന് പറയുന്ന അത്രയ്ക്കുണ്ടായിരുന്നു. ഈ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ എങ്ങനെയാണ്? അദ്ദേഹം ഒരു കോർപ്പറേറ്റ് ആണ്, PPT പ്രസന്റേഷനാണ് അദ്ദേഹം ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കേന്ദ്രത്തിൽ നിന്ന് അവരുടെ അതിബുദ്ധിരാക്ഷസനായ അമിത്ഷാ അദ്ദേഹത്തിന് തലസ്ഥാനത്തോട്ട് അയച്ചത് കൊണ്ട് തന്നെ ഒരു മാറ്റമല്ലേ ഈ പറഞ്ഞ കോർപ്പറേഷൻ കിട്ടി? ഒരിക്കലും ചക്ക വീണ് മുതൽ ചത്തതല്ല. ഞാൻ ഉറപ്പിച്ച് പറയും, തിരുവനന്തപുരം കോർപ്പറേഷൻ CPM-ന്റെ കയ്യിരിപ്പ് കൊണ്ടും കോൺഗ്രസിന്റെ കയ്യിരിപ്പ് കൊണ്ടുമാണ് ഇപ്പോൾ ഈ രീതിയിൽ അവർ മുൻപ് പറഞ്ഞല്ലോ, ഇവര് തമ്മിലടിച്ചും കയ്യിലെടുപ്പ് നടത്തിയും പൊക്കോണ്ടിരുന്ന സമയത്ത് ഇടയ്ക്കൂടെ കയറി അടിച്ചൊരു ഗോൾ. ഒരിക്കലുമല്ല. ഒരു ദിവസം ഇരുട്ടി നേരം വെളുത്ത് BJP അവിടെ സ്ട്രോങ് ആയതല്ല പ്രശാന്ത്. അവിടെ പൊന്നി അടത്തി കേരളത്തിൽ ആദ്യമായിട്ട് വിരിഞ്ഞ താമര തിരുവനന്തപുരത്താണ് വിരിഞ്ഞത്.
അത് രാജേട്ടൻ ജയിച്ചതാ. ഓ രാജഗോപാലിന് എങ്ങനെ കിട്ടിയത്? ജനങ്ങളുടെ ഒരു ഇത് എങ്ങനെങ്കിലും ഒന്ന് പോട്ടെ എന്ന് കരുതിയിട്ട് പോട്ടെ എന്നല്ല, എങ്ങനെങ്കിലും ജയിച്ച് കയറി അദ്ദേഹം ഒന്ന് പോട്ടെ. കാരണം ഒരു മനുഷ്യനെങ്ങനെ എത്തുന്നതാണ് കാണുന്നത്. എല്ലാ തവണയും മത്സരത്തിന് ഞാൻ പറയട്ടെ, എല്ലാ തവണയും മത്സരത്തിന് രാജഗോപാൽ വരുന്നു, മത്സരിക്കുന്നു, അതിനുശേഷം രാജഗോപാൽ തോൽക്കുന്നു. 5 വർഷം കഴിഞ്ഞ് വരുന്നു. ആ ജില്ലക്കാരനാണ് പ്രശാന്ത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ആ ജില്ലക്കാരനാണ് ഈ പറയുന്ന പോലെ നിങ്ങൾ പറഞ്ഞ ഒരു സാന്ത്വന അല്ലെങ്കിൽ പോട്ടെ സഹതാപമായിരിക്കാം. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന് നമ്മളിപ്പോൾ ഒരു ഇലക്ഷന് ഒരു സ്ഥലത്ത് ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി കിട്ടുന്ന വോട്ടാണ് അദ്ദേഹം ജയിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കും. പിന്നീട് എന്തുകൊണ്ട് രാഷ്ട്രീയത്തിന് അതീതം ഞാൻ പറഞ്ഞു ലെറ്റ് മീ കംപ്ലീറ്റ്. അതായത് ഈ പറയുന്ന രീതിയിൽ അദ്ദേഹം ഈ പറയുന്ന പോലെ രാജീവ് ചന്ദ്രശേഖർ അവിടെ മത്സരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ ലോക്സഭയിൽ മത്സരിക്കുന്നു. അറിയാതിരുന്ന ഒരു മനുഷ്യർക്ക്, ഓട്ടോറിക്ഷക്കാർക്ക്, സാധാരണ തൊഴിലാളികൾക്ക്, സാധാരണക്കാർക്ക്, മധ്യവർഗത്തിന്, പേപ്പർ വായിക്കാത്തവർ ഒക്കെ തന്നെ ഇത് ആരാന്ന് ചോദിക്കട്ടെ ചേട്ടാ. പിന്നീട് എന്തുകൊണ്ട് അതിനുശേഷം പിന്നീട് എന്തുകൊണ്ട് അവിടെ കിട്ടി? അതിനുശേഷം പിന്നീട് എന്തുകൊണ്ട് ഒരു നല്ല ഭരണമാണ് കാഴ്ചവെച്ചെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ഭരണമാണ് മുന്നോട്ട് പൊക്കോണ്ടിരുന്നെന്നുണ്ടെങ്കിൽ പിന്നീട് അടുത്ത 5 വർഷവും അത് ഈ പറയുന്ന BJP തന്നെ കൊടുക്കുമായിരുന്നു. പിന്നീട് എന്തുകൊണ്ട് BJP അതിനുശേഷം അവിടെ പച്ചവിട്ടില്ല? ഈ ചന്ദ്രശേഖരനെ പോലെ ഒരു കോർപ്പറേറ്റിനെ, ഒരു ബുദ്ധി രാക്ഷസനെ, ഇത്രയധികം PR വർക്കുള്ള PPTIയുടെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് വെച്ചിട്ട് അയാളുടെ മീഡിയ സിൻഡിക്കേറ്റ് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അയാൾ ഏത് മീഡിയയെ പ്രതിനിധാനം ചെയ്യുന്ന ആളാണെന്നും അറിയാം. അത്രയും വലിയൊരു കോർപ്പറേറ്റിനെ കൊണ്ട് വെച്ചിട്ട് എന്തുകൊണ്ട് പിന്നീട് ഈ പറയുന്ന തിരുവനന്തപുരത്ത് BJPക്ക് ഒരു വോട്ട് പിടിച്ച് എന്തുകൊണ്ട് നിയമസഭയിലേക്ക് പോകാൻ സാധിക്കില്ല? കോർപ്പറേഷൻ പിടിച്ചതാണോ ഇത്ര വലിയ കാര്യം? നിയമസഭ എന്തുകൊണ്ട് അവർക്ക് കിട്ടിയില്ല? അല്ല, നിയമസഭ കിട്ടാന്ന് പറഞ്ഞാൽ അദ്ദേഹം വന്നിട്ട് ഇപ്പൊ ആദ്യത്തെ നിയമസഭയാണ് പ്രശാന്ത് വരുന്നത്. ഈ രാജ്യസഭയോട് പോയായിരുന്നല്ലോ, എന്തുകൊണ്ട് പോയില്ല? അല്ല, അദ്ദേഹം ഞാൻ ഭരിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന, അങ്ങനെ നമുക്ക് അടച്ചാക്ഷേപിക്കാൻ കഴിയില്ല പ്രശാന്ത്. അടച്ചാക്ഷേപിക്കുന്നില്ലല്ലോ. അദ്ദേഹത്തിന് ഡീമെറിറ്റ് ഉണ്ട് ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല ചേട്ടാ. ഞാൻ പറയുന്നത് പക്ക എട്ടുകാരി മമ്മൂഞ്ഞാണ്. അല്ല, ഇവിടെ മെട്രോ ഉദ്ഘാടനം നടന്നപ്പോ, അല്ല മറ്റേ വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം നടന്നപ്പോ ക്ഷണിക്കാത്ത വേദിയിൽ കയറിയിരുന്ന് കയ്യും കെട്ടിയിരുന്ന് കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടാണ്. ബാക്കിയുള്ള രാഷ്ട്രീയക്കാരൊക്കെ നിൽക്കുമ്പോ ഇയാൾ എന്തോ വലിയ സംഭവമാണ്. ഇപ്പോൾ തന്നെ ചേട്ടാ ചിന്തിച്ചു നോക്കണം ചേട്ടാ. ഇപ്പോൾ തന്നെ ഈ പറയുന്ന സ്ഥാനാർത്ഥി പട്ടിക കേന്ദ്രത്തിന് കൈമാറിയിട്ടേ ഉള്ളൂ. അതിൽ ആരൊക്കെ വരും ആരൊക്കെ പോകും തീരുമാനിക്കുന്നതിന് ഇപ്പുറം തന്നെ ഞാനാണ് നിയമത്ത്, ഞാൻ ഭരിക്കും, അല്ലെങ്കിൽ ഞാൻ ജയിക്കും, ഞാനാണ് ഇനിയിപ്പോ കേരളം ഭരിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ ഈ നിന്നുകൊണ്ട് താമരയ്ക്ക് പെയിന്റ് മേടിച്ച് ഈ കാണിക്കുന്ന കോമാളി തരങ്ങൾ എന്താണ് പറയേണ്ടത്? അദ്ദേഹമാണ് തീരുമാനിക്കുന്ന ആരൊക്കെ മത്സരിക്കണമെന്ന്. അപ്പൊ പിന്നെ അദ്ദേഹത്തിന് പറയാൻ പറ്റാത്തത് ഈ കേന്ദ്രം തീരുമാനിച്ചാലേ അദ്ദേഹം തന്നെ അമിത്ഷായും നരേന്ദ്രമോദി അദ്ദേഹത്തിന് ഇപ്പൊ അങ്ങ് കൊടുത്തിരിക്കുക, നിങ്ങൾ ചെയ്തോളൂ. ബഹുമാനപ്പെട്ട സുരേന്ദ്രനോ മുരളീധരനോ യാതൊരു ഇതുമില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മുന്നിൽ പോയിട്ട് നാളെ കേന്ദ്രത്തിൽ നിന്ന് ഒരു ഫണ്ട് വരണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ബാക്കിയുള്ളവർ പോയിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ മുന്നിൽ പഞ്ചമുച്ച വടക്കി നിന്നെങ്കിൽ മാത്രം നടക്കുള്ളൂ ചേട്ടൻ പറഞ്ഞു വരുന്നത്. ഇനിയിപ്പോ അങ്ങോട്ടും പോകും തോറും ഇവർക്കൊന്നും നടക്കാൻ പോകുന്നില്ല ചേട്ടാ. ഒരു കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴും നല്ല കുത്തരിച്ചോറിട്ടാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവര് ചാണകം തിന്നുന്ന കാലം ഇന്ന് വരേക്കും വന്നിട്ടില്ല ചേട്ടാ. ഞാൻ പറയട്ടെ, അവര് ചാണകം തിന്നുന്ന കാലം ഇന്ന് വരേക്കും വന്നില്ല. കേരളത്തിൽ ചാണകം തിന്നുന്നവരുടെ എണ്ണം വളരെ ചുരുക്കമാണ്. സ്വന്തം അച്ഛനും അമ്മയും ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കുടുംബത്തുള്ളവരാണെന്നല്ലാതെ പുറകിലെ പശുത്തൊഴുത്തിൽ പോയിട്ട് അമ്മയെ ചൂണ്ടിക്കാണിക്കേണ്ട ഗതികേട് വന്നിട്ടുള്ള ഒരുത്തരും കേരളത്തിൽ ഇല്ലാത്ത കാലത്തോളം ഇവിടെ BJPയുടെ ഈ കേരള ഭരണം എന്നുള്ളത് സ്വപ്നം മാത്രമായിട്ടിരിക്കുന്നു. ഞാൻ BJPയുടെ വക്താവായിട്ട് സംസാരിക്കുന്നതല്ല. നേമം നിയോജക മണ്ഡലം എന്തുകൊണ്ട് അങ്ങനെ അവർക്ക് കിട്ടാൻ, തൃശ്ശൂർ കിട്ടിയതൊക്കെ ഒരു 1 day ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അല്ല, അതവിടെ ഇരുന്നോട്ടെ. തൃശ്ശൂർ കിട്ടി, തൃശ്ശൂർ MP ആയിട്ട് വന്നു, ശരിയാണ്. സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത് CPM കൂടെ ചേർന്ന വോട്ട് ചെയ്ത, കോൺഗ്രസും കൂടെ വോട്ട് ചെയ്ത അദ്ദേഹം ജയിച്ചത്. ഇവിടെ നിങ്ങൾ നിയമത്തിന്റെ കാര്യം നിങ്ങൾ ഇങ്ങനെ അടച്ചാക്ഷേപിച്ച് പറയാൻ പറ്റില്ല. പച്ച മലയാളത്തിൽ ഇപ്പൊ അവിടുത്തെ പിള്ളേർ പറയുന്നൊരു വാക്കുണ്ട്, MP ആക്കാൻ പോയിട്ട് ഒരക്ഷരം മാറ്റി പറയേണ്ട അവസ്ഥ ഇപ്പൊ ഞങ്ങൾക്ക്. അത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, എന്താണെങ്കിലും ചേട്ടാ കണ്ടറിയാം. പ്രശാന്ത്, ഇത് പറയുന്നത് ഞാൻ ഈ പറയുന്നത് സത്യങ്ങൾ ഫാക്ട് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ പറയുന്ന നിയമത്ത് അത്ര കണ്ട് CPM-നെയും കോൺഗ്രസിനെയും വെട്ടി RSS BJP അവിടെ വളർന്നിട്ടുണ്ട്. അതിന്റെ ഒറ്റ ധൈര്യത്തിലാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ താൻ അവിടെ മത്സരിക്കുമെന്നും താൻ അവിടെ വിജയിക്കുമെന്ന് പറയുന്നത്. അവിടെയാണ് CPM ശിവൻകുട്ടി ഒരു വേള മത്സരിക്കാനില്ല എന്ന് പറയുമ്പോൾ ശിവൻകുട്ടിയെ നിർത്തുന്നത്. ഇനി അവിടെ നിയമത്തേക്ക് ഇപ്പം മുരളീധരൻ എന്ന് പറയുന്ന ഏത് സ്ഥലത്തേക്ക് എടുത്തിടാവുന്ന ഒരാളിനെ അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ ഇട്ടു. ഇനി ഈ തവണയും കോൺഗ്രസ് ഒരു നല്ല കാൻഡിഡേറ്റിനെ ഇട്ടാൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കില്ല. അത് ഞാൻ പറയാം. കാര്യം കോൺഗ്രസിന്റെ പഴയ ഒരു ഭൂമിയാണ് ഈ പറയുന്ന രീതിയിൽ നിയമം. കരുണാകരൻ 1980 നേമത്തും മാളയിലും ജയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ വെച്ച് നമുക്ക് ഒരു ബെറ്റ് തന്നെ വെച്ച് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഇനിയിപ്പോൾ ഒരു നല്ല സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പോലും ഈ പറയുന്ന BJP തിരുവനന്തപുരത്ത് നിയമത്ത് ജയിക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ പറയുന്നു. കാരണം എന്തെന്നുള്ളത് ഇപ്പോൾ തന്നെ ഈ പറയുന്ന
എന്താ പറയുന്നത്, എന്റർടൈൻമെന്റ് ഫാക്ടറികൾക്കുള്ളിൽ വരെ തങ്ങളുടെ രാഷ്ട്രീയം കുത്തിക്കയറ്റി വെറുപ്പിച്ചിട്ട് എന്ത് മുഖം വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ BJP-ക്കാർ തന്നെ തിരിഞ്ഞുകുത്തി, അതായത് കേരള ഘടകത്തിന്റെ വിഭാഗീയത രാജീവ് ചന്ദ്രശേഖരനെതിരെ വോട്ട് ചെയ്യുകയാണ്. ഇപ്പൊ സുരേന്ദ്രന്റെയും വി മുരളീധരൻ പക്ഷത്തുള്ളവർ വോട്ട്, അതിന് പുറമെ ഫ്ലോട്ടിംഗ് വോട്ട്, കോൺഗ്രസിലെ വോട്ട്, ഇത് ആർക്ക് പോകും? അവരെ ജയിക്കുള്ളൂ. നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ, പക്ഷെ ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നു, അങ്ങനെ ഒരു കണ്ണുമടച്ചുകൊണ്ടൊരു തോൽവി ഈ പറയുന്ന വ്യക്തിക്ക് അവിടെ ഉണ്ടാകുമെന്ന് പറയാൻ ഞാൻ ആളല്ല. ഞാൻ BJP-ക്കാരനല്ല, ഉറപ്പിച്ചു പറയാൻ കണ്ണു അടച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ തോക്കുമെന്ന് ഞാൻ പറയില്ല. വ്യക്തമായിട്ട് ചേട്ടന്റെ മുന്നിൽ പറയുകയാണ്. എന്താണെന്നറിയോ, ഈ BJP-യുടെ വോട്ടില് 70% പോകുന്നത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും ബാലറ്റ് പെട്ടിക്കുള്ളിലേക്കാണ്. ബാക്കി 30% BJP-ക്ക് വരുന്നത്. കാരണം തങ്ങൾ ജയിക്കില്ലെന്ന് അറിയാവുന്നതാണ്. പിന്നെ ജയിക്കുന്നവൻ ഇരിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന നല്ല ഒന്നാന്തര സംഘപരിവാരക്കാരുള്ള കാലത്തോളം ഏതായാലും കോൺഗ്രസ്സുകാർ പറയുന്ന ഒരു ബാന്ധവം അത് നമുക്കുണ്ടോ ഇല്ലെന്ന് നോക്കാം. ആ ബാന്ധവം ചിലപ്പോൾ നിങ്ങൾ പറയുന്ന രീതിയിൽ സഖാവ് ശിവൻകുട്ടിയെ ജയിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ കോൺഗ്രസ് നിർത്തുന്ന സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് നോക്കി വോട്ട് മാറുന്നതനുസരിച്ചിരിക്കും. ഏതായാലും രാജീവ് ചന്ദ്രശേഖർ തള്ളാൻ ഞാൻ ആളല്ല. ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. ഈ സ്ഥലത്തെ പൾസ് എനിക്കറിയാവുന്നതാണ്. നമ്മുടെ പല സുഹൃത്തുക്കളും നമ്മോടൊപ്പം ജോലി ചെയ്യുന്നവർ തന്നെ ഈ സ്ഥലത്തെ കുറിച്ച് അറിയാം. ചേട്ടാ, ഞാൻ പറഞ്ഞത് തൃശ്ശൂരിലെ കഥയും ഇതുമായിട്ട് ഞാൻ രാജീവ് ചന്ദ്രശേഖരനെ തള്ളുന്നില്ല, പക്ഷേ പുള്ളിയോട് തള്ളരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും അത് നമുക്ക് അദ്ദേഹത്തിനെ ഏത് വിധേനെ അറിയിക്കാം.